പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയുകയാണ്. ഈ കഥയ്ക്ക് ഇന്നത്തെ വർത്തമാന കാലഘട്ടവുമായി എന്തെങ്കിലും സാമ്യം തോന്നുന്നെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. ഒരിക്കൽ മുല്ല പറഞ്ഞു വരുത്തുകയുണ്ടായി, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയുണ്ടായി, തൻ്റെ കഴുതയ്ക്ക് ആ രാജ്യത്തെ മന്ത്രിയേക്കാൾ ബുദ്ധിയുണ്ട് എന്ന്. ഇത് പലരും കേട്ടു, അറിഞ്ഞു. ഈ പ്രസ്താവന മന്ത്രിയുടെ ചെവിയിലെത്തി. മന്ത്രിക്ക് സഹിക്കൂ? രാജ്യത്തിൻ്റെ മന്ത്രിയെ കഴുതയേക്കാൾ വിഡ്ഢിയാണെന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് സഹിക്കൂ? മന്ത്രി രാജാവിൻ്റെ മുന്നിൽ പരാതി ബോധിപ്പിച്ചു. മഹാരാജൻ, എന്നെക്കുറിച്ച് മുല്ല എങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നു, തികച്ചും വേദനാജനകമാണ്. അതുകൊണ്ട് തക്കതായ ശിക്ഷ അങ്ങ് മുല്ലയ്ക്ക് കൊടുക്കണം. രാജാവ് മുല്ലയെ വിളിപ്പിച്ചു, രാജസദസ്സിൽ ഹാജരാക്കി. മുല്ലയോട് ചോദിച്ചു, ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? താങ്കളുടെ കഴുതയ്ക്ക് നമ്മുടെ രാജ്യത്തെ മന്ത്രിയേക്കാൾ ബുദ്ധിയുണ്ടോ? ഈ പ്രസ്താവന അങ്ങ് തെളിയിക്കണം എന്ന് രാജാവ് കൽപ്പിച്ചു. മുല്ല പറഞ്ഞു, ഞാൻ തെളിയിക്കാം മഹാരാജൻ. മുല്ല പറഞ്ഞു, ഞാൻ എൻ്റെ കഴുതയുമായി പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ, അതായത് തടി കൊണ്ടുണ്ടാക്കിയ പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ, അതിൻ്റെ വിടവിൽ എൻ്റെ കഴുതയുടെ കാൽ ഒരു ദിവസം കുടുങ്ങി. പിന്നീട് ഞാൻ ആ കഴുതപ്പുറത്ത് സ്ഥിരം ആ പാലത്തിലൂടെ യാത്ര ചെയ്താലും, പല പ്രാവശ്യം യാത്ര ചെയ്തെങ്കിലും ഒരിക്കൽ പോലും കഴുതയുടെ കാല് ആ വിടവിൽ കുടുങ്ങിയില്ല. ആ വിടവിൽ കുടുങ്ങാതിരിക്കാൻ കഴുത ശ്രദ്ധിച്ചു. ഒരിക്കലുണ്ടായ അബദ്ധം, പിഴവ് ആ കഴുത തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ മഹാരാജൻ, നമ്മുടെ മന്ത്രിയെക്കുറിച്ച് ഒരുപാട് അഴിമതി കഥകൾ, കള്ളക്കഥകൾ, കള്ളനും സ്വജനപക്ഷപാതിയാണെന്നും അഴിമതിക്കാരനാണെന്നും ഒക്കെയുള്ള കഥകൾ പ്രചരിക്കുന്നുണ്ട്, ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കുന്നു. എന്നിട്ടും അത് തിരുത്താൻ ഇതുവരെയും മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ആ കഥകൾ കേൾക്കുന്തോറും തനിക്കൊരലങ്കാരം എന്ന രീതിയിൽ തൻ്റെ ചെയ്തികൾ, തൻ്റെ കള്ളത്തരങ്ങൾ, തൻ്റെ അഴിമതികൾ, തൻ്റെ സ്വജനപക്ഷപാതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മഹാരാജൻ, എന്തുകൊണ്ടും അബദ്ധം മനസ്സിലാക്കിയ, പിഴവ് മനസ്സിലാക്കിയ എൻ്റെ കഴുതയേക്കാൾ വിഡ്ഢിയാണ് ഈ മന്ത്രി എന്ന് ഞാനിത് അങ്ങയുടെ സമക്ഷം തെളിയിച്ചിരിക്കുന്നു. രാജാവിന് നന്ദി ബോധിച്ചു. നർമ്മത്തിൽ പൊതിഞ്ഞ് മന്ത്രിയുടെ അഴിമതിയെ രാജാവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച മുല്ലയ്ക്ക് രാജാവ് വളരെയധികം പാരിതോഷികം നൽകി. എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.